ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. അറിയാവുന്ന സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇന്ന് മെയ് 21 മോഹൻലാലിൻ്റെ ജന്മദിനം. എത്രാമത്തെയാണെന്നോ? 64ാമത്തെ. 1960 ജനിച്ചത്. അപ്പോൾ കണക്ക് കൂട്ടി വയ്ക്കൂ. 4 × 6 = 4, 64. എന്താണ് ഇത്തവണത്തെ പിറന്നാളിൻ്റെ പ്രത്യേകത? കഴിഞ്ഞ വർഷം ആഘോഷിച്ചു, അതിൻ്റെ വർഷം ആഘോഷിച്ചു. എല്ലാ വർഷവും ആഘോഷങ്ങൾ നടക്കാറുണ്ട്. ഓരോ വർഷവും വലിയതും ചെറിയതുമായ രീതിയിലാണ് ആഘോഷങ്ങൾ നടക്കാറുള്ളത്. ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്നുള്ളതാണ്. 3 സ്ഥലത്താണ് മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ച് ശരിക്കും. കാരണം എന്താ? 3 സ്ഥലത്ത് ധൃതി പിടിച്ച് നടക്കുന്നു. ഈ 64 വയസ്സായെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് ഓടി നടക്കുക തന്നെയാണിത്. സിനിമകളുടെ എണ്ണം കൂടുതലാണ്. ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാൽ ശരി, മമ്മൂട്ടിക്കും മോഹൻലാലിനും വിശ്രമമില്ല എന്നുള്ള ആലോചിക്കണം. ഒരു 10 വയസ്സിൻ്റെ വ്യത്യാസമേ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ളൂ. എന്നാലും 2 പേരും കിതയ്ക്കാതെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. അത്രയും സ്റ്റാമിന അവരുടെ സിനിമകൾക്കുണ്ട്, അവരുടെ അഭിനയ ശേഷിക്കുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ മോഹൻലാലിൻ്റെ ആദ്യത്തെ ഈ മൂന്നാമത്തെ 3 പ്രാവശ്യമായിട്ട് ആഘോഷിക്കുന്ന പിറന്നാൾ ആദ്യം ആഘോഷിച്ച് എവിടെയായിരിക്കും? ബിഗ് ബോസ്. ഞെട്ടണ്ട. അതായത് പിറന്നാളിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് സാങ്കേതികമായിട്ട് പിറ്റേ ദിവസം തന്നെ പറയാം. അതായത് നമ്മൾ 20-ാം തീയതി രാത്രി എന്നുവെച്ചാൽ 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞാൽ 21-ാം തീയതിയിലേക്ക് പ്രവേശിക്കില്ലേ എന്ന പോലെ ബിഗ് ബോസിൻ്റെ പരിപാടിയാണ്, ഷൂട്ടിംഗാണ് മദ്രാസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് ശരിക്ക് ട്രിവാൻഡ്രത്തേക്ക് എമ്പുരാൻ്റെ ഷൂട്ടിങ്ങിലേക്ക് പങ്കെടുക്കേണ്ടത്. എമ്പുരാൻ്റെ ഷൂട്ടിംഗ് ട്രിവാൻഡ്രത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ മഞ്ജു വാര്യരുണ്ട്, സുരാജ് വെഞ്ഞാറമ്മൂണ്ട്, പൃഥ്വിരാജുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. അതായത് ആ സിനിമയിലൊരു വലിയ ടീമുണ്ടല്ലോ, അവരെല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ വരുമ്പോൾ ഞെട്ടിക്കുന്ന രീതിയിൽ അവിടെ ബർത്ത്ഡേ ആഘോഷിക്കണം. അപ്പോൾ ഇവിടെ തന്നെ ബിഗ് ബോസിൽ ആഘോഷിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ ദിവസം കാണിക്കുന്ന ബിഗ് ബോസിൽ തന്നെ ഇതിൻ്റെ ആഘോഷവും കാണാൻ പറ്റുന്ന ആലോചിക്കണം. അപ്പം അങ്ങനെ വളരെ ഗംഭീരമായ രീതിയിൽ ബിഗ് ബോസിൽ പിറന്നാൾ ആഘോഷിച്ചുകൊണ്ട് നേരെ മദ്രാസിലുള്ള വീട്ടിലേക്ക് പോകുന്നു എന്നാലോചിക്കണം. മദ്രാസിലുള്ള വീട്ടിലേക്ക് പോയി അവിടെ ചെറുതോ വലുതോ എന്നുള്ളതല്ല, അവിടുത്തെ ആഘോഷത്തിനാണ് വിലപിടിപ്പുള്ളതെന്ന് ആലോചിക്കണം. കാരണം അവിടെ ഈ മോഹൻലാലിൻ്റെ സുചിത്രയുണ്ടെന്ന് ആലോചിക്കണം നമുക്ക്. അപ്പോൾ അവിടെ ആഘോഷം കഴിഞ്ഞിട്ടാണ് നേരെ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അവിടെ സമാപനം ശരിക്കും. പക്ഷെ ഞാനിത് പറയുമ്പോൾ ഇപ്പോൾ മദ്രാസിൽ ആഘോഷിക്കുമെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കോവിഡ് സമയം എടുക്കുക. കോവിഡ് സമയത്ത് മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പലരും ആഗ്രഹിച്ചതാണ്. അപ്പോഴാണ് കോവിഡ് വന്നത്. അപ്പോൾ ആ കോവിഡിൻ്റെ വന്നതിൻ്റെ ഇടയ്ക്ക് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ രീതി അറിയാലോ, എത്ര വലിയ ആളായാലും ശരി അവിടേക്ക് പോകാൻ മടി കാണിക്കും. അങ്ങനെ താടിയെല്ലാം വളർത്തിയ മോഹൻലാൽ അവിടെ മദ്രാസിൽ അന്നും വേറെ ആൾക്കാരില്ല, അന്നും സുചിത്രയുണ്ട, 2 പേരേ ഉണ്ടായിട്ടുള്ളൂ. ആ 2 പേരും തമ്മിൽ ചേർന്നിട്ടാണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഉച്ചയായപ്പോൾ ഓർക്കാപ്പുറത്ത് അവിടേക്കൊരു അതിഥി എത്തി. അതിഥി എന്ന് പറയുന്നത് ശരിയല്ല, അവിടെ മോഹൻലാലിൻ്റെ ഒരു നല്ല സുഹൃത്ത് അവിടെ ചെന്ന് ആലോചിക്കണം, പ്രിയദർശൻ. ആ പ്രിയദർശൻ ശരിക്ക് മോഹൻലാലെയും സുചിത്രയും ഞെട്ടിച്ചു എന്നുള്ള ഒരു ഫോൺ കോൾ പോലും ചെയ്യാതെ നേരെ വീട്ടിലേക്ക് ചെന്ന് ബെല്ലടിച്ച് ഡോറ് തുറന്നപ്പോൾ കാണുന്നത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയദർശനാണ്. അങ്ങനെ അവർ 3 പേരും ചേർന്നിട്ടാണ് ആ കോവിഡ് സമയത്ത് മദ്രാസിൽ ബർത്ത്ഡേ ആഘോഷിച്ച് ആലോചിക്കണം. അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ ആഘോഷിക്കുമ്പോൾ തിരുവനന്തപുരത്തിന് അപ്പുറം തമിഴ്നാടിനോട് ചേർന്ന് എടുക്കുന്ന നെയ്യാറ്റിങ്കര ആ അപ്പുറത്തെ സൈഡിലെല്ലാം ഒരു ബർത്ത്ഡേ ബർത്ത്ഡേ ആഘോഷിക്കുക മാത്രമല്ല, ആ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് അടി ഉണ്ടാക്കിയ കാര്യം നമ്മളൊരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളതാണതല്ലേ. അപ്പോൾ അങ്ങനെ അടി ഉണ്ടാക്കിയത് മോഹൻലാലിൻ്റെ കുറ്റം കൊണ്ടല്ല, അതും കൂടി അടിവരെ ഇട്ട് വരും. മോഹൻലാലിൻ്റെ കുറ്റം കൊണ്ടല്ല, അടിച്ച് പൂസായ ചില സുഹൃത്തുക്കൾ
ആ സമയം കഴിഞ്ഞിട്ടും ആ സ്റ്റേജ് സ്ഥലം വിട്ടൊഴിയാതെ, അതായത് പിറ്റേ ദിവസം നടക്കുന്ന കല്യാണത്തിൻ്റെ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. വാക്ക് തർക്കമായി അങ്ങനെയാണ് അടി ഇടിയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ തൻ്റെ ഗ്രൂപ്പിലുള്ളവർ, തൻ്റെ കൂടെയുള്ളവരെ അവരുടെ തെറ്റും ശരിയും നോക്കാതെ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അടിക്കാനും മോഹൻലാൽ കൂടി, അതും ബർത്ത്ഡേക്ക് എന്ന് ആലോചിക്കണം. അപ്പോൾ ആ ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടിയാണ് അടി തടവ് ഉണ്ടായ ഒരു ആഘോഷം അങ്ങനെ ലാൽ നടത്തുന്നുണ്ട്. അപ്പോൾ ലാലിൻ്റെ ഓരോ പ്രത്യേകതയുള്ളതാണെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ 3 ബർത്ത്ഡേ ഒരു സ്ഥലത്ത് ആഘോഷിക്കുമ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത കൊണ്ടിരുന്നിട്ട് അവിടെ ഫാൻസിൻ്റെ അയ്യരുകളിയാണെന്ന് ആലോചിക്കണം. മോഹൻലാലിൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഫാൻസുകാർ അവരാഘോഷം അവരുടെ വകുണ്ട്. അത് എന്തൊക്കെയാണ് അവർ ആഘോഷം അവരിത് പുറത്തു വിട്ടിട്ടില്ല. ഞാൻ ഈ പരിചയമുള്ള പലരെയും വിളിച്ചെങ്കിലും സസ്പെൻസാണ് സാർ, സസ്പെൻസാണ് ചേട്ടാ, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ആയിക്കോട്ടെ, സസ്പെൻസ് ആയിക്കോട്ടെ. പക്ഷേ സസ്പെൻസ് പൊളിഞ്ഞ ഒരു കാര്യം മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം മോഹൻലാലിൻ്റെ ഇപ്പോൾ ഈ പടം നടക്കുമ്പോൾ തന്നെ മോഹൻലാൽ സംവിധാനം ചെയ്ത അഭിനയിക്കുന്ന 3D ചിത്രമായ, കുട്ടികളുടെ ചിത്രമായ ഒരു മെഗാ ബ്രഹ്മാണ്ഡ ചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ബറോസിൻ്റെ എഡിറ്റിംഗ് വർക്കുകളെല്ലാം വിദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് എഡിറ്റിംഗ് വിദേശത്ത് നടക്കുന്നത്? വിദേശത്തുള്ള ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്, സാങ്കേതികമായിട്ടുള്ള ആൾക്കാർ അവിടെയുള്ളതാണ്. അപ്പോൾ സാങ്കേതികമായിട്ട് മറ്റു ലോക സിനിമയോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഈ 3D ബറോസ് ചിത്രം ഉണ്ടാക്കുന്ന ആലോചിക്കണം. അത് മോഹൻലാലിൻ്റെ ആദ്യത്തെ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് ആലോചിക്കണം. അപ്പോൾ അതിൻ്റെ വർക്ക് വിദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എമ്പുരാൻ്റെ വർക്ക് ഇവിടെ കഴിയാറായി. കാരണം വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തു, മദ്രാസിൽ ഷൂട്ട് ചെയ്തു, തൊടുപുഴയിൽ ഷൂട്ട് ചെയ്തു. അതായത് ഇനിയിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്താണ്. ഏകദേശം 1.5 മാസത്തോളം തിരുവനന്തപുരത്തുണ്ടാകും. അങ്ങനെ ഒരുവിധം ഒരു വമ്പൻ കുറേ ഷൂട്ടിംഗ് തന്നെ കുറേ ദിവസങ്ങളെടുത്തുകൊണ്ട് കോടികൾ ചെലവിട്ടുകൊണ്ടാണ് ഈ എമ്പുരാൻ, പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ വരുന്ന എമ്പുരാൻ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ആഘോഷം തന്നെയാണ്. അതായത് ആഘോഷം വെറും ആഘോഷം മാത്രമല്ല, അത് വളരെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമാവും. പ്രശ്നം എന്ന് പറഞ്ഞാൽ കാശ് വാരി എടുക്കുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടനുസരിച്ച്. സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കോടികൾ ആ സിനിമയ്ക്ക് കിട്ടി എന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ള പ്രചരണം എന്ന് ആലോചിക്കണം. അപ്പം അത് കഴിഞ്ഞ് വരുമ്പോൾ ജൂൺ മാസത്തിലോ ജൂൺ അവസാനമോ അതല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഓണം സിനിമ ആയിട്ടോ ആണ് ബറോസ് വരിക. ബറോസ് ജൂൺ മാസത്തിൽ വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കണക്കുകൂട്ടലനുസരിച്ച് അതൊരു ഫെസ്റ്റിവൽ സിനിമയായി, അതായത് ഓണത്തിന് റിലീസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും ബറോസ് വരിക എന്നുള്ളതാണ്. അത് 2 കാരണങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ഒന്ന്, ഫെസ്റ്റിവൽ മൂഡ് പഴയതുപോലെയല്ല. ഇപ്പോൾ നല്ല സിനിമയാണെങ്കിൽ കുടുംബസമേതം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ പുതിയ ചില സിനിമകൾ അറിയില്ല, കുട്ടികൾ പോലും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമ കണ്ടിട്ട് ആലോചിക്കും. ആ നിലവാരത്തിലേക്ക് ഇപ്പോൾ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു, കുടുംബ പ്രേക്ഷകർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് കൂടി ഇഷ്ടപ്പെട്ട കുട്ടികളുടേതായ ഒരു സിനിമയാകുമ്പോൾ ആ ബറോസ് കാണാൻ എത്ര പ്രാവശ്യം എന്നുള്ളത് പിന്നത്തെ കാര്യം. ആ ബറോസ് കാണാൻ കുടുംബസമേതം ആൾക്കാർ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ചില ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ ചില പരസ്യത്തിലൂടെ ടെക്നിക്കുണ്ട്, പ്രചരണത്തിലൂടെ ടെക്നിക്കുണ്ട്. കാരണം ഈ ടെക്നിക്ക് ഈ സിനിമ കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം, ആൾക്കാരെ തിയേറ്ററിലേക്ക് വരുത്തേണ്ട എങ്ങനെയായിരിക്കണം ടെക്നിക്കുകൾ നടന്നുകൊണ്ടിരിക്കുക. ആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ 64ാമത്തെ ബർത്ത്ഡേ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരം അനുസരിച്ചിട്ട് തിരുവനന്തപുരത്ത് ബർത്ത്ഡേ ആഘോഷം നടക്കുമ്പോൾ സാധാരണ മോഹൻലാൽ പല സഹായങ്ങളും പലർക്കും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു മെഗാ പ്രഖ്യാപനമാണ് അവിടെ നടക്കാൻ പോകുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. അത് മോഹൻലാൽ തന്നെ തൻ്റെ 64ാമത്തെ വയസ്സ് ആഘോഷിക്കുമ്പോൾ തൻ്റെ അടുത്ത സിനിമയുടെ കുറിച്ച് സംവിധാന സമയത്തെ പ്രഖ്യാപിക്കുന്നു, മറ്റ് ജീവകാരുണ്യത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുക. അങ്ങനെ പല തരത്തിലുള്ളൊരു മെഗാ പ്രഖ്യാപനമാണ് മോഹൻലാൽ നടത്താൻ പോകുന്നത്. അത് ആഘോഷിക്കാൻ തന്നെയാണ് ഫാൻസുകാരും മോഹൻലാൽ ഇഷ്ടപ്പെടുന്നവരും മറ്റുള്ളവരും തീരുമാനിച്ചിരിക്കുന്നത്.